ഒരു പച്ചില മരുന്നാണ് ഉണ്ടാക്കുന്നത്. നടുവേദനയ്ക്കുള്ള നല്ലൊരു മരുന്ന്. പണ്ടൊക്കെ അമ്മമാർ മക്കൾക്ക് ഉണ്ടാക്കി പ്രസവിച്ച് കിടക്കുമ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു മരുന്നാണ് നടുവേദനയ്ക്ക്. പ്രസവരക്ഷയായിട്ട് ഇത് ഉപയോഗിക്കാം. നടുവേദനയ്ക്ക് മാത്രമല്ല, പ്രസവരക്ഷയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കാം. മലതാനി എന്ന് പറയുന്ന ഒരു ഇല ഇങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനെ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അല്ലാതെ നമുക്കായാലും വീട്ടിൽ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഈ കാണുന്നതാണ് മലതാങ്ങിയില, ഒരു പച്ചില സസ്യമാണ്. ഇത് നടുവേദനയ്ക്കും പ്രസവരക്ഷയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് വെച്ച് നമുക്കൊരു ലേഹ്യം ഉണ്ടാക്കിയാലോ? അങ്ങനെ മലതാങ്ങിയില നമ്മളുടെ ഡൈനിങ് ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് നോക്കാം. മലതാങ്ങിയില ലേഹ്യം തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇലകളെല്ലാം വള്ളിയിൽ നിന്നും വേർപെടുത്തി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. മലതാങ്ങിയില അരയ്ക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചരി ഇടണം. രണ്ടും കൂടെ ചേർത്ത് അരച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് കലക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ടി പിടിച്ചു പോകും. അങ്ങനെ നമുക്ക് അരച്ചുകൊണ്ട് വരാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചുകൊണ്ട് വരാം. അപ്പം നമ്മൾ അരച്ച മലതാങ്ങിയില പെട്ടെന്ന് തന്നെ കലക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കും. ഒഴിച്ചത് നന്നായിട്ട് കലക്കിയെടുക്കും. എന്നിട്ട് നമുക്ക് കരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം തേങ്ങാപ്പാൽ നന്നായിട്ട് ഇച്ചിരി തോന്നിയ തേങ്ങാപ്പാൽ ഞങ്ങൾ ചേർത്ത്, അപ്പം നല്ല ടേസ്റ്റായിരിക്കും. അതിൻ്റെ കൂടെ കരിപ്പൊട്ടി ഉരുക്കിയതും കൂടെ ഒഴിച്ചു. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് തിളച്ച് അറ്റണം. അപ്പം അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം എടുക്കും, നന്നായിട്ട് കുറുകി വരട്ടെ. ഇന്നൊരു പച്ചില മരുന്നാണ് ഉണ്ടാക്കുന്നത്. അതായത് നടുവേദനയ്ക്കുള്ള മരുന്ന്. നമ്മളെ ഇലയൊക്കെ കലക്കി വെച്ചിരുന്നില്ല, പച്ചരിയും ചേർത്ത് ആ മരുന്ന് നമ്മളത് നന്നായിട്ട് ഇതിട്ട് കുറുക്കി വറ്റിച്ചിടുന്നതാണ്. പണ്ട് കാലത്ത് അമ്മമാർ മക്കളൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു മരുന്നായിരുന്നു. സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന മരുന്നാട്ടിലൊക്കെ. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് നടുവേദനയൊക്കെ തോന്നുമ്പോൾ, അല്ലാതെ നടുവേദനയൊക്കെ തോന്നുമ്പോൾ ഈ മരുന്ന് കഴിക്കാം, ഉണ്ടാക്കി കഴിക്കാം. കുറുകി വരണം. കുറുകി നല്ല ഇതൊക്കെ ഒരു നല്ല കളറാണ്. ക്യാമറമാൻ എന്താ പറയും, കുറുകി വരുന്നത് നല്ല രസമില്ലേ? മലതാങ്ങിയില എൻ്റെ ക്യാമറമാൻ മാറി. ഇപ്പം ചേച്ചിയാണ് വീഡിയോ എടുക്കുന്നത്. എന്തുവാന്ന് അറിയാമോ ചേച്ചിക്ക്? പണ്ടൊക്കെ ഉള്ളവർ ഈ നടുവേദനയ്ക്ക് ഒരു മരുന്നുണ്ട്. മലതാങ്ങിയില എന്ന് പറയുന്നൊരു ഇല കുറച്ച് പറിച്ചാണ് ആ മരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും കഴിക്കാം. നടുവേദനയ്ക്ക് നല്ലതാണ്. അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇത് തിളച്ച് പറ്റി വരണം. ചേച്ചിക്ക് ഞാൻ തരാം കേട്ടോ, കുറച്ച് നല്ലതായി. കുറേ നേരം എടുക്കും. ക്യാമറമാൻ എന്തെങ്കിലുമൊക്കെ മിണ്ടാ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഓ ഇതൊക്കെ നല്ല ക്യാമറമാൻ കുറേ നേരം എടുത്ത് ശരിയാണ്. ചേച്ചിക്ക് വേണോ? ഇങ്ങോട്ട് വരാമോ ചേച്ചിക്ക്? ഇത് കാണുന്നുണ്ടോ? ക്യാമറമാൻ ആൾ ശരിയല്ല. ഇത് കാണുന്നുണ്ടോ? അപ്പോൾ നമ്മളിത് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഇത് കുറുക്കല്ലയോ, അപ്പോൾ ഏലക്കാപ്പൊടി ഇട്ട് ആളെ കാണുന്നില്ല. ആ കുഴപ്പമില്ല. ചുക്ക് പൊടി ഇട്ട്, കുറച്ച് ചുക്ക് പൊടി ഇടുന്നു. പിന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നു. കുറച്ച് നെയ്യ്. എന്നിട്ട് ഏലക്കാപ്പൊടി, ചുക്ക് പൊടി, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഇനി നമുക്കിതങ്ങ് ഇറക്കാം. കാരണം ഇത് ലേഹ്യമല്ലല്ലോ, കുറുക്കില്ല. ഇത് രണ്ട് ദിവസം എന്തുവരെ ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇരിക്കും. ഇത് കാണുന്നുണ്ടോ? ഇതിനകത്ത് കാണിച്ചേ. ഉണ്ടാ കാണാമോ ചേച്ചിക്ക്? കാണാമോ?